ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എന്നാ പറയുന്നു? അപ്പോൾ ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണേ. വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുമേ. ഫസ്റ്റ് ഓഫ് ഓൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പെപ്പർ പൗഡർ ഇത്ര ഇടാമേ. പിന്നെ കുറച്ച് കോൺഫ്ലോറും പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് സോയ സോസും പിന്നെ ലൈം ജ്യൂസും കൂടെ ഒഴിക്കാമേ. ഫൈനലി ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. നന്നായി മിക്സ് ചെയ്ത ചിക്കന് ചൂടായ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണേ. ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് ചിക്കൻ വറുത്ത് കോരി മാറ്റി വെക്കാമേ. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ നമുക്കിതിൻ്റെ ഗ്രേവിക്ക് വേണ്ടി ഉപയോഗിക്കാമേ. ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണേ. കുറച്ച് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ക്യാപ്സിക്കം ലൈറ്റായിട്ടൊന്ന് വാടി വന്നാൽ മതിയേ. ചില്ലി ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കവും സവോളയൊക്കെ ക്യൂബ്സായിട്ട് വേണം അരിയാനായിട്ട്. സവോളയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് ടൊമാറ്റോ സോസും പിന്നെ സോയ സോസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. സോയ സോസിൽ ഓൾറെഡി ഉപ്പുണ്ട്, സോ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ. ഞാനൊരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് പഞ്ചസാരയും കുറച്ച് വിനാഗിരിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ഇതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കോൺഫ്ലവർ നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കാവേ. ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുമ്പോൾ തന്നെ ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി വരുവേ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. എൻ്റെ പൊന്നളിയ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു സോ മച്ച്.